ലിറ്റിൽ ടീച്ചർ ചാനലിൻ്റെ LSS സ്റ്റഡി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാം ക്ലാസ്സിലെ 1ാം യൂണിറ്റിലെ 4ാം ഭാഗം കവിതകളും വാക്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എഴുത്തുകാരെ കുറിച്ചും. നമുക്കിനി ഈ കവിതകളും വാക്യങ്ങളും പഠിക്കാം. കനകച്ചിലങ്ക കിരുങ്ങി കിരുങ്ങി കാഞ്ചന കാന്തി കുലുങ്ങി കുലുങ്ങി. ഈ കവിത ആരെഴുതിയത്? നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇതാരെഴുതിയത്? നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണല്ലേ. സ്നേഹമില്ലാത്ത ജീവിതമാണെന്ന് മരണത്തിന് തുല്യമാണ്. സ്നേഹമില്ലാത്ത ജീവിതമെന്ന് മരണത്തിന് തുല്യമാണ്. ഇതാരെ പറഞ്ഞത്? ഗാന്ധിജിയാണല്ലേ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു കവിതയാണ് കേട്ടോ. അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്കല്ലെങ്കിലും മഴ തോന്നു പൊമ്മേ. ഇതാരെഴുതിയത്? ഈ കവിത ആരെഴുതിയത്? ബാലാമണി അമ്മയാണ് ഈ കവിത എഴുതിയത് കേട്ടോ. സ്നേഹത്തിൽ നിന്നു ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃതി തേടുന്നു. സ്നേഹത്തിൽ നിന്നു ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃതി തേടുന്നു. ഈ കവിത ആരെഴുതിയത്? കുമാരനാശാൻ. നമ്മുടെ കുമാരനാശാനാണ് എഴുതിയത്. സ്നേഹമാണെങ്കില സാരമൊഴിയിൽ സ്നേഹ സാരമിഹ സത്യമേകാം. ഇതാരെഴുതിയത്? കുമാരനാശാൻ തന്നെയാണല്ലേ. സ്നേഹിക്കില്ല ഞാൻ നോവാത്മാവിനെ, സ്നേഹിച്ചില്ലാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇതാരെഴുതിയത്? വയലാർ രാമവർമ്മ. ആരെഴുതിയത്? വയലാർ രാമവർമ്മ. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. ഇതാരെഴുതിയത്? OLV കുറിപ്പാണല്ലേ. ആരെഴുതിയത്? OLV കുറിപ്പ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ കുടിയില്ലാത്തവൻ എന്നെഴുതിയ OLV കുറിപ്പിനെ കുറിച്ച്. വിശുദ്ധി എന്നത് സ്നേഹത്തിൻ്റെ നിഴൽ നിന്ന് വരുന്നതെത്രേ. വിശുദ്ധി എന്നത് സ്നേഹത്തിൻ്റെ നിഴലിൽ നിന്ന് വരുന്നത് എത്രേ. ഇതാരെഴുതിയത്? ടാഗോർ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കുക. ഇത് ബൈബിളിൽ നിന്ന് വന്ന വചനമാണ്. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്ത ഒന്നുമില്ല. ഇതാരെഴുതിയത്? ഗാന്ധിജിയാണല്ലേ. ഗാന്ധിജിയാണ് ഇത് എഴുതിയത്. കുഞ്ഞേറ്റത്തി എന്ന കവിത എഴുതിയതാരാ? നമ്മുടെ OLV കുറിപ്പാണല്ലേ. 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? സ്നേഹഗായകൻ ആരാണ്? കുമാരനാശാനാണല്ലേ സ്നേഹഗായകൻ. കിളിപ്പാട്ട് പ്രസ്ഥാനം ഉപജ്ഞാതാവും മലയാള ഭാഷയുടെ പിതാവും ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇനി നമുക്ക് വിപരീത അർത്ഥം പഠിക്കാം.
സാധാരണം അസാധാരണം സാധാരണം അസാധാരണം. നീതി അനീതി നീതി അനീതി. ധർമ്മം അധർമ്മം ധർമ്മം അധർമ്മം. സത്യം അസത്യം സത്യം അസത്യം. ഇത് എല്ലാവരും മിടുക്കന്മാരായി പഠിക്കണം. ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് പിന്നെ കാണാം. ബൈ. Thank you for watching.